ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മത്സ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കൃഷ്ണയും അലീനയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി, അച്ഛന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, അപകടത്തിൽ തരണം ചെയ്തു. ചേച്ചി പറയുന്ന പോലെ നിങ്ങൾ കേൾക്കണം. ഞാൻ മനുവേട്ടൻ ഹോസ്പിറ്റലിലോട്ട് വന്നതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വരാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിലോട്ട് വരാമെന്നൊക്കെ കൃഷ്ണയോട് പറയുന്നുണ്ട്. എന്തിനോട് അലീന സംസാരിക്കുന്നുണ്ട്. അച്ഛ ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, എനിക്ക് രോഹിത്തിന്റെ കാര്യം ആലോചിച്ചാൽ ടെൻഷൻ. അവന്റെ ജീവിതം ഇനി എന്താവും? അവൻ ഒരു പഠിക്കുന്ന കുട്ടിയില്ലേ എന്നൊക്കെ പറയും. അച്ഛൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഇതിനെല്ലാം കാരണം ആ ഹരിയാണ്. അവനാണ് രോഹിത്തിനെ ഇതിൽ കൊണ്ട് പെടുത്തിയത്. അവനോട് എത്ര തവണ പറഞ്ഞതാണ് ഹരിയായിട്ടുള്ള ചങ്ങാത്തം അവന് നല്ലതല്ലെന്ന്. അച്ഛൻ ഇനി അതൊന്നും ആലോചിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. വീട്ടിൽ ആരുണ്ട് മോളെ? വീട്ടിൽ കൃഷ്ണമോളും ബബിതയുണ്ട്. മനോട്ടിനെ ഞാൻ വിളിക്കാം. മനോട്ടെ ഹോസ്പിറ്റലിലോട്ട് വന്നതിന് ശേഷം അവരെയും കൂട്ടി ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാമെന്ന് ബാലനോട് പറയുന്നുണ്ട്. അലീന മനുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്. മനുവേട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു? ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നാണ് രോഹിത്തിനെ അറസ്റ്റ് ചെയ്തത്. അച്ഛൻ്റെ മുമ്പിലിട്ട് രോഹിത്തിനെ പോലീസ് തല്ലി. അതിനുശേഷം അച്ഛൻ കുഴഞ്ഞു വീണ ഹോസ്പിറ്റലില്ല, സീരിയസ് ആയിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മനോട്ട, എനിക്ക് പേടിയാവുന്നു. വീട്ടിലാണെങ്കിൽ കൃഷ്ണമോളും ബബിതയും മാത്രമേ തനിച്ചുള്ളൂ. നീ വിഷമിക്കാതെ അലീന, ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വരാമെന്ന് പറയും. ഇതിനെല്ലാം കാരണം മനുവേട്ടൻ്റെ അനിയനാ ഹരി. അവന്റെ സ്വഭാവം മനുവേട്ടന് അറിയാവില്ല. അവൻ മുമ്പ് എനിക്കും മയക്കുമരുന്ന് തല്ലി എന്നെയും റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അവനോട് എത്ര തവണ കൂട്ടുകൂടലെന്ന് പറഞ്ഞാലും രോഹിത് കേൾക്കത്തില്ല. ഇതിൽ അവൻ രോഹിത്തിനെ പെടുത്തിയത് തന്നെയാണ്. അവനാണ് ഇതിന്റെ എല്ലാ സൂത്രധാരൻ എന്നാ പോലീസ് പറഞ്ഞത്. കള്ളക്കാമുകന്റെ വേഷം നടിച്ച് ആ പെൺകുട്ടിയെ ആ വീട്ടിൽ കൊണ്ടുവന്നതും അവന്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി ആ കുട്ടിയോട് ഇത്രയും ക്രൂരത പെരുമാറിയതും എല്ലാം അവൻ ഒരുത്തനാന്ന് പറയും. അവൻ കാരണം ഇപ്പൊ രോഹിത്തും ജയിലിലായെന്നൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. മനുവിന് നല്ല ദേഷ്യവും വരുന്നുണ്ട്. ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നാ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അതെല്ലാം കേൾക്കുന്ന മനുവിനങ്ങ് ദേഷ്യമാവും. മനു നേരെ കൊല്ലപ്പള്ളിയിലോട്ടാണ് വരുന്നത്. വീട്ടിൽ വന്ന് കമലയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. മോൻ കാണു ചോദിച്ചാൽ വീരസാഹത്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറയും. അവൻ എന്ത് ചെയ്തെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? അവനെയും വീട്ടിൽ വന്ന് കടപ്പാട്ടവർ വന്ന് രോഹിത്തിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയും. അപ്പോൾ അവൻ എന്തെങ്കിലും കുഴപ്പമിച്ചിട്ട് എൻ്റെ മോനെ അതിൽ ചേർത്തയാന്ന് പറയും. അപ്പോൾ അമ്മയുടെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനാണ് രോഹിത്തിനെയും കൂടി ഈ കേസ് പെണ്ണ് കേസിൽ അകപ്പെടുത്തിയെന്ന് പറയും. നീ എന്തൊക്കെയാണ് മനു ഈ പറയുന്നത്? അനാവശ്യം പറയില്ലെന്ന് പറയും. പെണ്ണ് കേസോ? പിന്നെ അല്ലാതെ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ സ്നേഹം നടിച്ച് ഒരു വീട്ടിൽ വിളിച്ചുകൊണ്ട് വരിക, അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ആ കുട്ടിയെ പീഡിപ്പിക്കുക. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ അമ്മയുടെ മോൻ ചെയ്തു വെച്ചെന്ന് പറയും. അതിൻ്റെ പേരിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രോഹിത്തിനെ അവൻ്റെ മറ്റേ കൂട്ടുകാരനെ കൂടി അറസ്റ്റ് ചെയ്തതാന്ന് പറയും പോലീസ്. ചോദിക്കും എത്ര തവണ അമ്മയടുത്ത് പറഞ്ഞത് അവൻ്റെ പോക്ക് ശരിയല്ലെന്ന്. അപ്പോഴൊന്നും അമ്മ അവനെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിച്ചിട്ടില്ല. എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മോൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവനെ സപ്പോർട്ട് ചെയ്യും. മുമ്പ് അലീനോട് ചെയ്ത് എന്താണെന്നുള്ള കാര്യം അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അതിനുശേഷം അമ്മ അവനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനൊരു മകനെ പ്രസവിച്ചത് തന്നെ നിങ്ങൾ ഗ്രോത്ത് ചെയ്ത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയും. പ്രസവിച്ചപ്പോഴേ അവനെ അങ്ങ് കൊന്നുവിടായിരുന്നു. ഈ കേസിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താമെന്ന് ആരും ശ്രമിക്കേണ്ട. ഞങ്ങൾ ആരും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടത്തില്ലെന്ന് പറയും. ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കണം. അവൻ ഈ ജന്മം പുറത്തു വരാൻ പറ്റത്തില്ല. അമ്മയും ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടല്ലോ, 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അവനും അവൻ്റെ കൂട്ടുകാരൻ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു വെച്ചത്. ഇതിനൊക്കെ അവൻ അനുഭവിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ഇത് കേൾക്കുന്ന കമലയ്ക്ക് പെട്ടെന്ന് ഷോക്കാവുകയാണ്. അതിനുശേഷം മനു വിവരങ്ങളെല്ലാം വിളിച്ച് ശിവശങ്കരനോട് പറയുന്നുണ്ട്. ശിവശങ്കരൻ പറയും, എടാ അത് ഹരിയെ എന്തെങ്കിലും തെറ്റിദ്ധാരണപ്പുറത്ത് പോലീസ് അറസ്റ്റ് ചെയ്തായിരിക്കും. അച്ഛനും അവനെ ന്യായീകരിക്കുകയാണോ? അവൻ ചെയ്ത തെറ്റുകളൊന്നും നിങ്ങൾ ആരും ഒരിക്കലും അംഗീകരിക്കത്തില്ല. അവൻ ഇപ്പോഴും ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു തെളിവില്ലാതെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കൂട്ടുകാരുമാണെന്നുള്ളത് ആ കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറയും. ഇതിൽ നിന്ന് അവനെ ആരും രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്യാണ്. അവിടെയാണ് നമ്മുടെ കഥ നാളത്തെ അവസാനിക്കുന്നത്. കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ രോഹിത്തിനെ രക്ഷിക്കാൻ അലീനയ്ക്കാവും. രോഹിത്തിനെ കാണാൻ ശ്രമിക്കുന്ന അലീനയോട് സത്യങ്ങളെല്ലാം രോഹിത് പറയുവാണെങ്കിൽ ഏത് വിധേനയും സ്വന്തം അനുജനെ രക്ഷിക്കാൻ അലീന ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളാണ് നമ്മളിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.